എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കമ്പ്യൂട്ടറുമായി മൈക്രോ കൺട്രോളർ അടിസ്ഥാനമാക്കിയുള്ള ആർഡിനോ ബോർഡ് എങ്ങനെ കണക്ട് ചെയ്യാം എന്നും പരിശോധിക്കാമെന്നും സാമ്പിൾ പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യാമെന്നും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നവ: 1. മൈക്രോ കൺട്രോളർ അടിസ്ഥാനമാക്കിയുള്ള ആർഡിനോ ബോർഡ് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് സാമ്പിൾ പ്രോഗ്രാമുകൾ നടപ്പിലാക്കാൻ. 2. ലളിതമായ പ്രോഗ്രാമുകൾ നടപ്പിലാക്കാൻ. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്വിപ്മെന്റുകളും നമുക്ക് ശേഖരിക്കാം. ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC, USB കണക്ടറുള്ള ആർഡുയിനോ യൂണോ ബോർഡ്, ബ്രെഡ് ബോർഡ് 1 നമ്പർ, LED 5 mm 1 നമ്പർ, റെസിസ്റ്റർ 100 ohms 1 നമ്പർ. മൈക്രോ കൺട്രോളർ അടിസ്ഥാനമാക്കിയുള്ള ആർഡുയിനോ ബോർഡുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇലക്ട്രോണിക് പ്രോജക്ടുകൾ നിർമ്മിക്കുന്നതിനും പ്രോട്ടോടൈപ്പ് ചെയ്യുന്നതിനും വ്യാപകമായി ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെന്റ് ബോർഡുകളാണ് ആർഡുയിനോ ബോർഡുകൾ. തുടക്കക്കാർക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ ഇന്ററാക്ടീവ് പ്രോജക്ടുകൾ സൃഷ്ടിക്കാൻ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ അന്തരീക്ഷവും ആർഡുയിനോ പ്ലാറ്റ്ഫോം നൽകുന്നു. മൈക്രോ കൺട്രോളർ, പ്രോസസർ, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫെറലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ചെറിയ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളാണ് മൈക്രോ കൺട്രോളറുകൾക്ക് ചുറ്റുമാണ് ആർഡുയിനോ ബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആർഡുയിനോ IDE ആർഡുയിനോ ബോർഡുകളിലേക്ക് കോഡ് എഴുതാനും കമ്പൈൽ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് ആർഡുയിനോ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയൺമെന്റ് IDE. ഇത് C++ൽ നിന്ന് ഉരുത്തിരിഞ്ഞ വയറിംഗ് പ്രോഗ്രാമിംഗ് ഭാഷയെ അടിസ്ഥാനമാക്കിയ ഒരു ലളിതമായ പ്രോഗ്രാമിംഗ് പരിസ്ഥിതി നൽകുന്നു. സെൻസറുകൾ, ആക്ച്വേറ്ററുകൾ, ഡിസ്പ്ലേകൾ, മറ്റ് ഇലക്ട്രോണിക് കോമ്പോണന്റുകൾ എന്നിവയുമായി ഇന്റർഫേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നിലധികം ഡിജിറ്റൽ അനലോഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ ആർഡുയിനോ ബോർഡുകൾ സാധാരണയായി അവതരിപ്പിക്കുന്നു. ആർഡുയിനോ ബോർഡുകൾ വൈവിധ്യമാർന്നതും റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoT പ്രോജക്ടുകൾ, വെയറബിൾ ടെക്നോളജി, ഇന്ററാക്ടീവ് ആർട്ട് ഇൻസ്റ്റലേഷനുകൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കാനാകും. ടാസ്ക് 1. PCയിൽ ആർഡുയിനോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 1. www.arduino.com സോഫ്റ്റ്വെയറിലെ ഔദ്യോഗിക ആർഡുയിനോ വെബ്സൈറ്റിലേക്ക് പോയി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനായി ആർഡുയിനോ IDE ഡൗൺലോഡ് ചെയ്യുക. വിൻഡോസ്, മാക് OS അല്ലെങ്കിൽ ലിനക്സ്. സ്റ്റെപ്പ് 2. ഡൗൺലോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ കണ്ടെത്തി ഇൻസ്റ്റാൾ ചെയ്യുക. സ്റ്റെപ്പ് 3. ഇൻസ്റ്റലേഷൻ വിസാർഡ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റലേഷൻ വിസാർഡ് ഇൻസ്റ്റലേഷൻ പ്രക്രിയയിലൂടെ നിങ്ങളെ നയിക്കും. ഓൺ സ്ക്രീൻ ഇൻസ്ട്രക്ഷനുകൾ പാലിക്കുക. നിങ്ങൾക്ക് സ്പെസിഫിക് പ്രിഫറൻസുകൾ ഇല്ലെങ്കിൽ സാധാരണയായി ഡീഫോൾട്ട് സെറ്റിംഗുകളിൽ ഉറച്ചു നിൽക്കാം. സ്റ്റെപ്പ് 4. ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ ആർഡുയിനോ IDEക്കുള്ള ഒരു ഷോർട്ട് കട്ടിൽ നിങ്ങൾക്ക് കാണും. സ്റ്റെപ്പ് 5. ആപ്ലിക്കേഷൻ തുറക്കാൻ ആർഡുയിനോ IDE ഷോർട്ട് കട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ടാസ്ക് 2. മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തുള്ള ആർഡുയിനോ ബോർഡ് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1. നിങ്ങളുടെ ആർഡുയിനോ ബോർഡും, ഉദാഹരണത്തിന് ആർഡുയിനോ യൂണോ, ആർഡുയിനോ നാനോ, ആർഡുയിനോ മെഗ, ഒരു USB കേബിളും, സാധാരണയായി USB-A മുതൽ USB-B വരെ ഒരു കമ്പ്യൂട്ടറും ഉണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. നിങ്ങളുടെ ആർഡുയിനോ ബോർഡിലെ USB പോർട്ടിലേക്ക് USB കേബിളിന്റെ ഒരറ്റം പ്ലഗ് ചെയ്യുക. പോർട്ട് സാധാരണയായി പവർ ജാക്കിന് സമീപമോ ബോർഡിന്റെ അരികിലോ സ്ഥിതി ചെയ്യുന്നു. തുടർന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമായ USB പോർട്ടിലേക്ക് USB കേബിളിന്റെ മറ്റേ അറ്റം കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 3. നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ആർഡുയിനോ ബോർഡ് കണക്ട് ചെയ്തതിനു ശേഷം അത് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വിൻഡോസിൽ നിങ്ങൾക്ക് ടൂൾ മാനേജർ തുറന്ന് പോർട്ടുകൾ COM ആൻഡ് LPT വിഭാഗത്തിന് കീഴിൽ ആർഡുയിനോ തിരയാൻ കഴിയും. സ്റ്റെപ്പ് 4. നിങ്ങൾ കോഡിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ നിർദ്ദിഷ്ട ആർഡുയിനോ ബോർഡിൽ പ്രവർത്തിക്കാൻ ആർഡുയിനോ IDE കോൺഫിഗർ ചെയ്യേണ്ടി വന്നേക്കാം. ടൂൾസ്, ബോർഡ് എന്നതിലേക്ക് പോയി ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ആർഡുയിനോ ബോർഡ് തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 5. ബ്രെഡ് ബോർഡിലേക്ക് LED ഫിറ്റ് ചെയ്യുക. നീളമുള്ള കാൽ ആനോഡ് ഒരു വരിയിലേക്കും ചെറിയ കാൽ കാത്തോഡ് മറ്റൊരു വരിയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 6. LEDയുടെ കാത്തോഡ് ചെറിയ ലെഗിന്റെ അതേ വരിയിൽ റെസിസ്റ്ററിന്റെ ഒരറ്റം ഇൻസേർട്ട് ചെയ്യുക. റെസിസ്റ്ററിന്റെ മറ്റേ അറ്റം ബ്രെഡ് ബോർഡിലെ മറ്റൊരു വരിയിലേക്ക് കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 7. ആർഡുയിനോ ബോർഡിലെ ഏതെങ്കിലും GND ഗ്രൗണ്ട് പിന്നിലേക്ക് റെസിസ്റ്ററിന്റെ മറ്റേ അറ്റം ചേർത്തിരിക്കുന്ന വരി കണക്ട് ചെയ്യാൻ ഒരു ജമ്പർ വയർ ഉപയോഗിക്കുക. പിൻ 13 അടുത്തായി GND പിൻ ഉപയോഗിക്കുന്നത് സാധാരണമാണ്.
സ്റ്റെപ്പ് 8. LED-യുടെ ആനോഡ് നീളമുള്ള ലെഗ് ആർഡ്വീനോ ബോർഡിലെ ഒരു ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു ജമ്പർ വയർ ഉപയോഗിക്കുക. നമുക്ക് പിൻ 13 ഉപയോഗിക്കാം. ടാസ്ക് 3. ലളിതമായ പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുക. സ്റ്റെപ്പ് 1. ആർഡ്വീനോ IDEയിൽ ഒരു പുതിയ സ്കെച്ച് സൃഷ്ടിക്കാൻ ഫയൽ ന്യൂയിലേക്ക് പോവുക. ഇത് നിങ്ങളുടെ കോഡ് എഴുതാൻ കഴിയുന്ന ഒരു പുതിയ ബ്ലാങ്ക് സ്കെച്ച് വിൻഡോ തുറക്കും. സ്റ്റെപ്പ് 2. സ്കെച്ച് വിൻഡോയിൽ C++ അടിസ്ഥാനമാക്കിയുള്ള ആർഡ്വീനോ പ്രോഗ്രാമിംഗ് ഭാഷ ഉപയോഗിച്ച് നിങ്ങളുടെ ആർഡ്വീനോ കോഡ് എഴുതാം. നിങ്ങൾ ആർഡ്വീനോ പ്രോഗ്രാമിംഗിൽ പുതിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് ലളിതമായ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് ആരംഭിക്കാം. സ്റ്റെപ്പ് 3. ആർഡ്വീനോ ബോർഡിലെ പിൻ 13ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന LED ബ്ലിങ്ക് ചെയ്യുന്ന ബ്ലിങ്ക് സ്കെച്ചിന്റെ ഒരു അടിസ്ഥാന ഉദാഹരണം ഇതാ. നിങ്ങളുടെ കോഡ് എഴുതി കഴിഞ്ഞാൽ ഫയൽ സേവ് അല്ലെങ്കിൽ Ctrl+S അമർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്കെച്ച് സേവ് ചെയ്യുക. സ്റ്റെപ്പ് 4. സ്കെച്ച് ആർഡ്വീനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 5. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വലത് ആരോ ഐക്കൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആർഡ്വീനോ ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യുന്നതിന് സ്കെച്ച് അപ്ലോഡിലേക്ക് പോവുക. ആർഡ്വീനോ IDE നിങ്ങളുടെ സ്കെച്ച് കമ്പൈൽ ചെയ്യുകയും കണക്ട് ചെയ്ത ആർഡ്വീനോ ബോർഡിലേക്ക് മാറ്റുകയും ചെയ്യും. സ്റ്റെപ്പ് 6. അപ്ലോഡ് ചെയ്യുന്ന പ്രക്രിയയിൽ താഴെയുള്ള ആർഡ്വീനോ IDEയുടെ കൺസോളിൽ നിങ്ങൾ സ്റ്റേറ്റസ് സന്ദേശങ്ങൾ കാണും. അപ്ലോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ അപ്ലോഡിംഗ് ഫിനിഷ്ഡ് എന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണാനും കഴിയും. സ്റ്റെപ്പ് 7. സ്കെച്ച് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആർഡ്വീനോ ബോർഡ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. കോഡ് അനുസരിച്ച് സ്പെസിഫിക് പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന LED മിന്നുന്നതും ഓഫ് ആകുന്നതും നിങ്ങൾക്ക് കാണാം. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ: 1. മൈക്രോ കൺട്രോളർ അടിസ്ഥാനമാക്കിയുള്ള ആർഡ്വീനോ ബോർഡ് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നതിനും സാമ്പിൾ പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും. 2. സിമ്പിൾ പ്രോഗ്രാമുകൾ നടപ്പിലാക്കാനും. വീഡിയോ കണ്ടതിന് നന്ദി.